കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അകത്തെ ചിക്കനൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടോ എൻ്റെ പൊന്നോ, ആവി പറക്കുന്നുണ്ടോ? ഇത് എൻ്റെ പൊന്നോ, ഇതോ ആ കരളുണ്ടോ എൻ്റെ അപ്പോൾ കരളൊക്കെ കണ്ട വെന്ത് നല്ല ഒടഞ്ഞ് സെറ്റായിട്ടിരിക്കും കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന ചിക്കൻ കണ്ടോ. ഫയർ ഷോ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ വേണ്ടേ ഒരു കൈ ചിക്കൻ വെച്ച് ആദ്യമേ എല്ലാത്തിനകത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് കരളിനകത്ത് നിന്ന് തുടങ്ങാം. അതെ, ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പോൾ നമ്മളിതൊരു അടിപൊളി വീഡിയോ ഇടാൻ വന്നിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയാടി ചിക്കൻ വെക്കാനായിട്ട് പോകണല്ലേ. അതിനുവേണ്ടി തന്നെ നല്ല നാടൻ മുളയെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേടാ. ഇതിന്റെ സൈസ് എത്ര? ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 4.8 ഇഞ്ച്. എക്കോ അടിക്കുന്ന മുള പറഞ്ഞേ. നാളത്തെ കേരള നമ്മൾ കടയിൽ പോയിട്ട് നല്ല അടിപൊളി നാടൻ ബ്രോയിലർ ചിക്കൻ നല്ല ചെറു പീസായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവനെ അങ്ങോട്ട് നല്ല അടിപൊളി മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ ഈ മുളം കുറ്റിക്കകത്തോട്ട് വെച്ച് അങ്ങോട്ട് അടച്ച് വെച്ച് ആവി പോലും പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കാനായിട്ട് പോകണല്ലേ. കത്തിക്കാൻ പോവാണ്. ഇത് കത്തിക്കാനായിട്ട് പോവാണ്. ഇത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന് മുമ്പ് നമ്മൾ 2 വട്ടം ചെയ്തിട്ടുണ്ട്. പോത്തിന്റെ കരൾ ചെയ്തിട്ടുണ്ട്. ചിക്കൻ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ ചിക്കനും കപ്പയും മിക്സ് ആക്കി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മുളയെല്ലാം വെട്ടി പീസ് ആക്കണം. അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞുകൊണ്ട് ബോർ അടിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. നമുക്ക് ആദ്യമേ നമ്മുടെ ചിക്കനകത്ത് മസാല എല്ലാം പുരട്ടി വെക്കാം കേട്ടോ. അതെ, അപ്പൊ ആദ്യമേ നമുക്ക് മസാലയ്ക്കുള്ള അതേണ്ട മുളക് പൊടി ആവശ്യത്തിന് അതെ ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട്, കുരുമുളക് പൊടി. ഓൾറെഡി നമ്മുടെ ചിക്കനെ നമ്മൾ കടയിൽ നിന്ന് വെട്ടി അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇട്ടുകൊടുക്കാം. മൊത്തം ഇടുക. ചക്കിലാട്ടിയ സുത്തമാണ്, അത് ഊരിപ്പോകും കേട്ടോ. ഗൈസ്, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊണ്ട് മിക്സ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗൈസ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. നല്ലപോലെ ഇളക്കി അതുകൊണ്ട് പിടിപ്പിക്കണം അങ്ങോട്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കനകത്തും സവാള, പച്ചമുളക് അതിനെല്ലാം നമ്മുടെ ഉപ്പും മസാല എല്ലാം നല്ലോണം പിടിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ലോണം നമ്മൾ തിരുമ്മി കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുളയ്ക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. ഇതിനകത്ത് ഈ ചിക്കനകത്ത് തന്നെയുള്ള വെള്ളം തന്നെ ഇറങ്ങിയാണ് ഇത് വേകേണ്ടത്. അതെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കനകത്ത് നമ്മൾ മസാല എല്ലാം പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിനി മുളയെല്ലാം മുറിക്കണം. അപ്പോഴത്തേക്കിനകത്ത് നല്ല ഉപ്പും മസാല എല്ലാം പിടിച്ചിറങ്ങിക്കോളും. മസാല എല്ലാം പുരട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി അല്പം നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാം. മുള ഇനി മുറിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് കാര്യം. അപ്പോൾ ഇതാദ്യം മുറിക്കണം. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ മുറിച്ച് കാണിച്ചേ. അതെ, നമ്മളപ്പോൾ വേണ്ടി ഇതെല്ലാം ഇങ്ങനെ മുറിക്കണം. അതെ, എത്ര എണ്ണം വേണ്ടി വരും? ഇത് ഒരു 3 4 എണ്ണം വേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മുടെ മുളയെല്ലാം സെറ്റായിട്ടുണ്ട്. നിങ്ങൾ നോക്കണ്ടോ, എല്ലാം വൃത്തിയാക്കി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേണ്ട കുറച്ച് ചിക്കൻ എല്ലാം മുളയ്ക്കകത്തോട് നമുക്ക് കയറ്റിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതേണ്ടേ ഒരു കൈ ചിക്കൻ വെച്ച് ആദ്യമേ എല്ലാത്തിനകത്ത് ഇട്ട് കൊടുക്കുക. മെല്ലെ നല്ല മണം അടിക്കുന്നുണ്ട് സത്യം പറയല്ലേ. ഓ, നല്ല മണമല്ലേ. നല്ല മണമല്ലേടാ. നല്ല അല്ലേ. അപ്പോൾ അടുത്തേ നമുക്ക് കുറച്ച് കയറ്റി വിടാം. ഓക്കെ, അതുകൊണ്ടോ അങ്ങോട്ട് ഇറങ്ങുന്ന കണ്ടോ അങ്ങോട്ട്. ഓ, എന്താ രുചി ഇതല്ലേ. അതെ, സെറ്റ് ചെയ്ത് നടക്കുവാണ്. നമ്മുടെ പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുളനാഴിയൊക്കെ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മുളനാഴി ചിക്കൻ. അതെ, ഇവിടെ വെടിക്കെട്ട് പൂരത്തിനുള്ള മരുന്നുകളൊക്കെ കുറ്റി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് തിളച്ച് വേകാനുള്ള നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അസാഫ് നമ്മുടെ രാരീശം ഉണ്ടാക്കിയ കലാരൂപങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കാണിച്ചു കൊടുക്കാം പിള്ളേരെ. തേര് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല അമ്മമാരുണ്ടാക്കിയ നല്ല ചെറിയ തേര്. അതെടുത്ത് കയ്യിലെടുത്ത് എല്ലാം കൊണ്ട് സെറ്റ് ആയിട്ടോ. കണ്ടോ, കാളെ കണ്ടോ അടിപൊളി സാധനം. അതെ, ഇവരുണ്ടാക്കി കേട്ടോ. അപ്പം ഈ ഒരു കലാവിരുന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം. അടുപ്പ് കത്തിക്കാം.
നമ്മുടെ കണ്ടത്തിന്റെ സൈഡിൽ തീയിടുവാണ്. ഈ കാണുന്ന കണ്ടമൊക്കെ കത്തായിരുന്നാൽ മതി. ഗൈസ് അപ്പോൾ നമ്മൾ വേണ്ട തീയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. നല്ല കച്ചിയൊക്കെ നിന്ന് കത്തുന്നുണ്ട്. നമ്മൾ വേണ്ട അതിനെ മണ്ടയ്ക്ക് കെട്ടി കൊടുക്കാനുള്ള നമ്മുടെ ഇല നമ്മൾ വാട്ടും കേട്ടോ. പുള്ളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടിയ വാഴയില വേണ്ടി ഇതിനെ മണ്ടയോട് വെച്ച് കൊടുത്ത് കെട്ടി വെക്കാൻ പോവാണ്. അതെ അതെ, ആവിയൊന്നും വെളി പോകാത്ത വിധം നമ്മൾ വേണ്ട നമ്മുടെ മുളയുടെ മണ്ടയ്ക്ക് നല്ല അടിപൊളി വാഴയ്ക്കെല്ലാം കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അക്കാവിള വിജയം വന്നിട്ടുണ്ട് ഇവിടെ. വിജയൻ ഇപ്പൊ പയർ ബിസിനസ് ആണ്. ഇങ്ങോട്ട് നോക്കടാ, നാടാ, കൈ മാട്ടറാ. ഗൈസ് അപ്പോൾ പുള്ളി പയർ ബിസിനസ് ആണ്. ഇപ്പൊ തോട്ടപ്പയർ അല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓരോ മുള നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കനെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇറക്കി കൊടുക്കാം. പിടി ഓരോന്ന് കൊടുക്കും. ചാരി വെക്കണം ഇവിടുന്ന് അങ്ങോട്ട്. എങ്ങനെ വെക്കട്ടെ പറയൂ. ചാരി വെക്കാം. ഗൈസ് അപ്പോൾ നമ്മളെ മുള എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇറക്കി കൊടുക്കും കേട്ടോ. സെറ്റ് പെരിയപ്പ എങ്ങനാ പെരിയപ്പ സൊല്ലുക്കെ இந்த ஊருக்கு வருது பெரியப்பா. അത് കൂടെ തീ വരുന്നത് ശരിയാണോ? ഓ, ഇതിനകത്ത് തീ പിടിക്കുന്ന ശരിയാണോ? ഫയർ ഷോ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ തീയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടിച്ചങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. കണ്ടത്തിലെ കച്ചി നമ്മൾ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന മൊത്തം കച്ചി അവിടെ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ തീ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാടം മൊത്തം കത്തി പോകുമായിരിക്കും. ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ നേണ്ട വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം നേണ്ട കളിയൊക്കെ നിർത്തിയിട്ട് ഇതിങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേണ്ട നമ്മുടെ അല്ലുപ്പനൊക്കെ വന്നിട്ടുണ്ട്. അവധിക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടി കസിൻ്റെ ഒക്കെ വീട്ടിൽ പോയി വരുന്നല്ലേ, അമ്പാടിച്ചേൻ്റെ ഒക്കെ വീട്ടിൽ പോയി വരുന്നില്ല അല്ലേ? ഇപ്പോൾ എങ്ങോട്ടാണ് പോയിട്ട്? സൂപ്പർ അതല്ലേ നേട്ടെ. ഏട്ടാ എങ്ങോട്ടാ നമ്മുടെ വീഡിയോ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറ. നല്ലതാണ്, ഇത് ഉണ്ടാക്കാൻ നല്ലതാണ്. മൂട് കീറിയിരിക്കുവാണ്, കാലടുപ്പിച്ച് വെക്കുക. ഭയങ്കര ചൂടാണ്. നല്ല ചൂടുണ്ട്. നല്ലപോലെ വെന്തോണ്ടിരിക്കുകയാണ്. നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗുന്നുണ്ടോന്ന് അറിയത്തില്ല. നമ്മൾ ഒരു കാര്യം മറന്നു പോയായിരുന്നു. നമുക്ക് മറ്റേ മൈദാമാവ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് അടച്ചു കൊടുക്കാനായിട്ട്. അത് നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ കടയൊക്കെ അടച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മേടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ വാഴയില വെച്ചങ്ങ് പൊതിഞ്ഞു പോയി. വാഴയിലൊക്കെ മണ്ടയ്ക്കൊന്ന് കരിഞ്ഞങ്ങ് പോയായിരുന്നു. പിന്നെ നമ്മൾ വാഴയില നമ്മൾ ചുരുട്ടി അതിൻ്റെ അകത്ത് കയറ്റി ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളയൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് മുളയുടെ സൈഡൊക്കെ നല്ലപോലെ കത്തി കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അകത്ത് ചിക്കനൊന്നും കുഴപ്പമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും നമ്മൾ ഇനി കുറച്ചൊരു 10 മിനിറ്റ് 10 അല്ല ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ അങ്ങ് മാറ്റാം കേട്ടോ. ചിക്കൻ എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ മുള എടുക്കാൻ പോവാം. ഓക്കെ, നല്ല ആഴിയാണ് ഇരിക്കുന്നത്, നല്ല തീയാണ്. കൈ പൊള്ളാതെ നമ്മൾ പെറുക്കി ഇറക്കാൻ വേണ്ടി പോവാണ്. ഓ സെറ്റ് കേട്ടോ. കറക്ക് രണ്ടാമത്തെ പൈസ ഇത് കണ്ടോ, എൻ്റെ പൊന്നോ ആവി പറക്കുന്നുണ്ടോ. ഓ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡ് മൊത്തം തീയ കേട്ടോ. അച്ഛൻ്റെ സാഹസികതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞാൻ മാത്രം ചെയ്തോളാണ് പറഞ്ഞേക്കുന്നത്. അതാ ഇത് കണ്ടോ എൻ്റെ പൊന്നോ. ഓ അയ്യോ തിരിച്ചോ, ആ കരളുണ്ടോ എൻ്റെ പൊന്നോ. പൈസ ഇപ്പോൾ കരളൊക്കെ കണ്ട വെന്ത് നല്ല ഒടഞ്ഞ് സെറ്റായിട്ടിരിക്കും കേട്ടോ. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന ചിക്കൻ കണ്ടോ. ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നല്ല അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എടാ. വേവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അച്ഛാ നമുക്ക് തുടങ്ങാം. കഴി ആദ്യമേ നമുക്ക് കരളിനകത്ത് തുടങ്ങാം. അതെ, ഗൈസ് അപ്പോൾ തന്നെ ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ഗൈസ് അപ്പം അതിൻ്റെ നല്ല അടിപൊളി വെന്ത കിടുക്കുന്നുണ്ട് ചിക്കനെ. ഗൈസ് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ആവിയില്ല, ആവിയൊക്കെ പോയി. നമ്മളെ കേട്ടോ ചിലപ്പം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. ഒരു പീസ് എടുത്തിട്ട് സൂപ്പർ ആയിട്ട് എല്ലാം എല്ലാം മുളയുടെ ഫേവറും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ്. അടിപൊളി അല്ലേ? അടിപൊളി. ഒന്നര പടി.
അല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് ബ്രെഡ് തണ്ടിപ്പോട്ട് വെക്കാം. അപ്പോൾ ഒരു പീസ് എടുക്കും കേട്ടോ. കാറിൽ കിടപ്പുണ്ട് കിടക്കും. അപ്പം ആഞ്ഞണ്ടേ നല്ല അടിപൊളി വെന്ത കിടുക്കുന്നുണ്ട് ചിക്കനെ. ഗൈസ് അപ്പോൾ ഒരു രക്ഷയില്ലോ, അടിപൊളിയാണ്. കണ്ടോ ആവിയില്ല, ആവിയൊക്കെ പോയി. നമ്മളെ കേട്ടോ ഗൈസ്. അപ്പം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. ഗൈസ് അപ്പോൾ ഇതുണ്ടോ കരളൊക്കെ ഉണ്ടോ നല്ല വെന്ത് എടുത്തോ. ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കനും ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് അതിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഇറങ്ങിണ്ടാ ഗൈസ് അപ്പോൾ കിടിലനായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. പൊളിയായിരുന്നു, പൊളിയായിരുന്നു. ആ മുളയുടെ ഫ്ലേവറും ചിക്കൻ മസാലയും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇടിയിലെ പൊളി. സൂപ്പർ സാധനം, സൂപ്പർ സൂപ്പർ കിള്ള സാധനം. പൊളി മപ്പ് പൊളി പിന്നല്ല സൂപ്പർ സൂപ്പറായിരുന്നു. സൂപ്പർ സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പം എന്തായാലും പറഞ്ഞങ്ങോട്ട് നേരെ അങ്ങോട്ട് ഇരുട്ടുന്നില്ല, നമുക്ക് പിള്ളേർക്കെല്ലാം വീട്ടിൽ പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങളെയും പറഞ്ഞങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ടേ അടുത്ത വീഡിയോയിൽ കാണാം.